പേട ഉണ്ടാക്കി സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഇത് കണ്ടോ, ഇതാണ് പേട. ഞാൻ ആദ്യം ഒരു വലിയ കുമ്പളങ്ങ എടുത്ത് ഉണ്ടാക്കിയപ്പോൾ അത് പരന്ന പാത്രത്തിൽ ഉണ്ടാക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് കാരണം അതിന് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ തോന്നും. അപ്പോൾ എനിക്ക് തോന്നി വൈറ്റ് കളർ വരുന്ന ഒരു പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ രണ്ടാമത് ഒന്നും കൂടി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഞാനിതിൽ കാണിക്കുന്നതാണ്, എങ്ങനെ ഉണ്ടാക്കുന്നത്. അവസാനം ഏത് തരത്തിൽ വന്നു. പക്ഷേ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തേനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. രണ്ടാമത് നമ്മളെ ശരിക്കും കൽക്കണ്ടത്തിൻ്റെ കളറിൽ ഉണ്ടാക്കി പോകുന്നു. ഞാൻ അന്നേരം കുറച്ചെടുത്ത് ഒരു പരന്ന പാത്രത്തിലുണ്ടാക്കി. അപ്പോൾ അത് നന്നായിട്ട് സക്സസ് ആയി. ആഗ്രപ്പേട ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു കുമ്പളങ്ങ എടുത്തു. അതിൻ്റെ പച്ച കളറുള്ള ഭാഗവും കുരു ഉള്ള ഭാഗവും നന്നായി ചെത്തി മാറ്റിയതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് അമർത്തി നല്ലോണം ഹോളുണ്ടാക്കണം. ചുറ്റും നന്നായിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അത് ചുണ്ണാമ്പ് വെള്ളത്തിൽ ഒരു ദിവസം ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് അത് കഴുകി ഒരു 5-8 പ്രാവശ്യമെങ്കിലും കഴുകണം. അത് നന്നായി കഴുകിയതിന് ശേഷം അത് തിളച്ച വെള്ളത്തിലേക്ക്, വെള്ളം തിളച്ചു വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊരു 12 മിനിറ്റ് സമയം തിളച്ച വെള്ളത്തിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിലല്ലേ എനിക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. ഇതിനകത്ത് ഒരു 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അത് കഴുകി ഒരു അരിപ്പയ്ക്കകത്ത് വെള്ളം മാറാനായിട്ട് വയ്ക്കണം. ഒരു 15 മിനിറ്റോളം വെച്ചതിന് ശേഷം പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് അത് ഇളക്കി നമ്മൾ ഒരു പരന്ന പാത്രമാണ് ഞാൻ, പക്ഷേ പരന്ന പാത്രമൊക്കെ വിട്ടുപോയി. അതിന് കൂടുതൽ സമയമെടുത്തു ഇതുപോലെ ആയി വരാൻ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പണ്ടത്തെ ആഗ്രപ്പേടയുടെ അതേ കളർ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ രണ്ടാമത് ഒന്നും കൂടി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ പഞ്ചസാരയുടെ കാര്യത്തിലും ഞാൻ നല്ല പ്യുവർ വൈറ്റുള്ള പഞ്ചസാര നോക്കി വാങ്ങിച്ചു. തേച്ച് കുമ്പളങ്ങ പഴയതുപോലെയൊക്കെ എല്ലാം ചെയ്തതിന് ശേഷം ഈ പഞ്ചസാര പാനിയിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുത്തു. ആദ്യം ചെയ്തേക്കണോണ്ട് പിന്നെ ഇതിൻ്റെ ചെയ്തത് പിന്നെ കാണിക്കണ്ടല്ലോ എന്ന് കരുതി പുതിയതായിട്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി നല്ല പാനിയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. കളറൊന്നും മാറിപ്പോയിട്ടില്ല. പരന്ന പാത്രമായതുകൊണ്ട് ഇളക്കിയെടുക്കാനും നല്ല സൗകര്യമായി. ശരിക്കും കൽക്കണ്ടം പോലെ നല്ല വൈറ്റ് കളറിൽ അത് പെട്ടെന്ന് തന്നെ അത് മാറ്റി പൊട്ടിപ്പിടിച്ച് പോകാതെ അത് എടുത്ത് മാറ്റി വയ്ക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതെല്ലാം മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ആഗ്രപ്പേട നമുക്ക് റെഡി ആയിട്ടുണ്ട്. പാനിയിലേക്ക് കുമ്പളങ്ങയുടെ പീസസ് ഇടുന്ന സമയത്ത് അതിലേക്ക് 2 തുള്ളി ഈ റോസ് വാട്ടർ ഒഴിക്കുന്നത് നല്ലതാണ്. ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് അന്നേരം പറയാൻ വിട്ടുപോയി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.